കഞ്ചാവ് വലിച്ചതിന് കോയിപ്രം പോലീസ് കസ്റ്റഡിയിലെടുത്ത വരയന്നൂർ മുട്ടപ്പള്ളി കോളനിയിൽ വാലുപറമ്പിൽ വീട്ടിൽ MK സുരേഷിന്റെ ദുരൂഹമരണം സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്തു. കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷം സുരേഷിനെ മുൻവിരോധം കാരണം മറ്റൊരാൾ മർദ്ദിച്ചുവെന്ന് സുഹൃത്തിന്റെ മൊഴി വാങ്ങി ഇന്നലെയാണ് കോയിപ്രം പോലീസ് പുതിയ FIR രജിസ്റ്റർ ചെയ്തത്. സുരേഷിന്റെ ശരീരത്തിലുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പരിക്കുകൾ ഈ സംഭവത്തിൽ നിന്നുണ്ടായതാണെന്ന് വരുത്തി തീർക്കാനുള്ള പുതിയ കേസാണെന്നാണ് സംശയം. പക്ഷേ ഈ കേസ് പോലീസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ്. മാർച്ച് 16-നാണ് കഞ്ചാവ് ബീഡി വലിച്ചതിന് 2-അംഗ പോലീസ് പെട്രോളിംഗ് സംഘം സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത്. അന്ന് തന്നെ NDPS കേസെടുത്ത് വിട്ടയച്ചു. പിന്നീട് 19-ന് വീണ്ടും പോലീസ് ഇയാളെ വിളിച്ചു കൊണ്ടുപോയി. 22-ന് സുരേഷിന്റെ മൃതദേഹം കോന്നിക്കും കുമ്പഴയ്ക്കുമിടയിൽ ഇളകൊള്ളൂരിലെ മംഗോസ്റ്റിൻ തോട്ടത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിൽ സുരേഷ് തൂങ്ങി മരിച്ചതാണെന്ന് തെളിഞ്ഞു. പക്ഷെ 4 വാരിയലുകൾ കൊടിവുണ്ടെന്നും ശരീരത്ത് പരിക്കുണ്ടെന്നും പുറത്ത് ചൂരൽ കൊണ്ടടിച്ച പാടുണ്ടെന്നും കണ്ടെത്തി. ഈ പരിക്കുകൾ പോലീസ് മർദ്ദനത്തിൽ ഉണ്ടായതാണെന്ന സംശയമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ പോലീസ് പ്രതിക്കൂട്ടിലായി. പോലീസ് മർദ്ദനം നടന്നെന്ന സംശയം രഹസ്യാന്വേഷണ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിനെ നിയോഗിച്ചു. ഇതിനു മുമ്പ് അഡീഷണൽ SP R ബിനു സ്വന്തം നിലയിൽ അന്വേഷിച്ച് സുരേഷ് തൂങ്ങി മരിച്ചതെന്നാണെന്ന് ഉറപ്പിച്ചു. ഇയാൾ പോയ വഴികളും കണ്ടെത്തി. അപ്പോഴും പോലീസ് മർദ്ദനമെന്ന സംശയം നിലനിൽക്കുന്നു. മർദ്ദിച്ചുവെന്ന വഴി പോലീസിന്റെ തടവിൽ നിന്ന് മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പുതിയ FIR എന്നാണ് സൂചന. കോയിപ്രം സ്വദേശി ട്യൂട്ടർ എന്ന് വിളിക്കുന്ന അരീഷ് എന്നയാളെ പ്രതിയാക്കിയാണ് കേസ്. സുരേഷിന്റെ കൂട്ടുകാരൻ വരയന്നൂർ കൈരളിപ്പടി വില്ലോത്തുപറമ്പിൽ വീട്ടിൽ അനിൽകുമാറിന്റെ മൊഴിയെടുത്താണ് ഇന്നലെ കോയിപ്രം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. BNS-ലെ 296, 126(2), 115(2), 117(2) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. FIR-ൽ പറയുന്നതനുസരിച്ച് അരീഷിന്റെ ബൈക്ക് പോലീസ് പിടികൂടി വലിയ തുക പിഴ ഈടാക്കാൻ കാരണക്കാരനായത് സുരേഷാണ്. ഇതിന്റെ വിരോധം നിമിത്തം സുരേഷിനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നത്രേ. ഇതിന് സാക്ഷിയാണ് അനിൽകുമാർ. മാർച്ച് 16-ന് ബോട്ട് എന്ന് വിളിക്കുന്ന സുരേഷ് കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എത്തിയ പോലീസ് പ്രതിയെയും കൂട്ടുകാരെയും ബൈക്കുകൾ പിടിച്ചെടുത്ത് കേസെടുത്തു. ഇതിന് പിന്നീട് അദാലത്തിൽ വൻതുക അടക്കേണ്ടി വന്നു. ഇതിന് കാരണമായത് സുരേഷ് തങ്ങളുടെ അടുത്ത് നിന്ന് കഞ്ചാവ് വലിച്ചതാണ്. 19-ന് രാത്രി 8:30-ന് അനിൽകുമാറും പ്രതി അരീഷും ഒരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സുരേഷ് എതിരെ വരുന്നത് കണ്ടു. ബൈക്കിന് വൻതുക പിഴയൊടുക്കേണ്ടി വന്ന വിരോധ നിമിത്തം അരീഷ് സുരേഷുമായി വാക്കുതർക്കമുണ്ടായി. അനിൽ തടസ്സം പിടിച്ചെങ്കിലും അരീഷ് മുഷ്ടി ചുരുട്ടി സുരേഷിന്റെ മുതുകത്തും നെഞ്ചത്തും ഇടിച്ചു. നെഞ്ചിന് താഴെ ചവിട്ടിത്തള്ളി താഴെയിടുകയും ചെയ്തുവെന്ന് FIR-ൽ പറയുന്നു. ഈ FIR-ഉം അതിൽ പറയുന്ന മൊഴിയും സംശയാസ്പദമാണ്. അനിലിന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ അരീഷിന്റെ ബൈക്ക് പിടിച്ചെടുത്ത് കൊണ്ടുപോയതിന് പിഴ അദാലത്തിലാണ് അടക്കേണ്ടി വന്നത്. തലേന്ന് പിടിച്ച ബൈക്കിന് പിറ്റേന്ന് അദാലത്ത് നടത്തി പിഴ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യമാണ് പ്രസക്തം. പിന്നീടാണ് അദാലത്ത് നടന്നെങ്കിൽ അപ്പോഴും സുരേഷ് ജീവനൊടുക്കിയിരുന്നു. ഇതിലെല്ലാം ഉപരി മാർച്ച് 19-ന് തന്നെ സാന്നിധ്യത്തിൽ നടന്ന ഒരു അടിപിടിയുടെ മൊഴി നൽകാൻ അനിൽകുമാർ എന്തിന് മെയ് 23 വരെ കാത്തിരുന്നതും ദുരൂഹമാണ്. സുരേഷിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നത് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അനിൽകുമാറിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുള്ളത്. കേസിൽ പോലീസ് മർദ്ദനം സംശയിക്കപ്പെടുന്നത് ഒഴിവാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. മരണമടഞ്ഞ സുരേഷിന്റെ ബന്ധുക്കളോ സമുദായ സംഘടനയോ വലിയ പ്രക്ഷോഭമായി രംഗത്ത് വരാതിരിക്കുന്നത് പോലീസിന് തുണയാണ്. SDPI ഒഴികെ രാഷ്ട്രീയ പാർട്ടികളും ഇതേപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഈ അനുകൂല സാഹചര്യം മുതലാക്കിയാണ് കേസ് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.